കരുണ എസ്റ്റേറ്റ് വിഷയത്തിൽ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടാനുള്ള ഉന്നതതല യോഗ തീരുമാനം കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം മാത്രമെന്ന് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കരുണ എസ്റ്റേറ്റ് ഉടമകളിൽ നിന്നും കരം സ്വീകരിക്കാമെന്ന് നേരത്തെ എജിയുടെ ഓഫീസ് നിയമോപദേശം നൽകിയിരുന്നു. ഇത് നിലനിൽക്കെ മറിച്ചൊരു നിയമോപദേശം പ്രതീക്ഷിക്കേണ്ട എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം കരുണ എസ്റ്റേറ്റ് വിഷയത്തിലും റവന്യൂ വകുപ്പ് ഹൈക്കോടതി ഉത്തരവ് കാറ്റിൽ പറത്തി. കരുണ എസ്റ്റേറ്റിന്റെ 919 ഏക്കർ ഭൂമിക്ക് പോപ്സൺ ഗ്രൂപ്പിൽ നിന്നും കരം സ്വീകരിക്കാമോ എന്ന് ചൂണ്ടിക്കാട്ടി നെമ്മാറ DFO എജിയിൽ നിന്നും തേടിയ നിയമോപദേശത്തിന്റെ പകർപ്പാണിത്. കരം സ്വീകരിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് എജിയുടെ ഓഫീസിൽ നിന്നും തയ്യാറാക്കിയ നിയമോപദേശത്തിൽ പറയുന്നു. ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം കണ്ടെത്തിയാൽ ഉദ്യോഗസ്ഥർ കരുണ പ്ലാന്റേഷനെതിരെ നടപടിയെടുത്തുകൊള്ളൂ എന്നാണ് നിയമോപദേശത്തിലെ പരാമർശം. ഇതേ നിയമോപദേശം നൽകിയ എജിയുടെ ഓഫീസിലേക്കാണ് നിയമപരമായ പരിശോധനയ്ക്ക് വേണ്ടി വീണ്ടും വിഷയമെത്തുന്നത്. നേരത്തെ റവന്യൂ വകുപ്പ് തന്നെ തെറ്റെന്ന് ചൂണ്ടിക്കാട്ടിയ നിയമോപദേശം നൽകിയ എജിയെ തന്നെ വിഷയമേൽപ്പിച്ചതിനെതിരെ CPM നേതാവ് AK ബാലൻ MLA രംഗത്തെത്തി. അതേസമയം ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമായാണ് ഇപ്പോഴത്തെ നടപടികളെന്ന് റവന്യൂ മന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയിൽ നിന്നും വ്യക്തമാകുന്നു. 2016 ഫെബ്രുവരി 11 നിയമസഭയിൽ റവന്യൂ മന്ത്രി നൽകിയ മറുപടി കാണുക. സർവേ ഒഴിച്ചുള്ള മറ്റെന്ത് നടപടികളിലും ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി വേണമെന്ന് ഉത്തരവുണ്ടെന്ന് റവന്യൂ മന്ത്രി തന്നെ സമ്മതിച്ചിരിക്കുന്നു. എന്നാൽ ഹൈക്കോടതി ഉത്തരവിന് പുല്ലുവില നൽകി റവന്യൂ വകുപ്പ് പോപ്സൺ ഗ്രൂപ്പിന് അനുകൂലമായി ഉത്തരവിറക്കി. പോപ്സൺ ഗ്രൂപ്പ് വനഭൂമി കയ്യേറി കൈവശം വെച്ചുവെന്ന് സർവേയിൽ വ്യക്തമായതായും റവന്യൂ മന്ത്രി ഈ ഉത്തരത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നിട്ടും റവന്യൂ വകുപ്പ് പോപ്സൺ ഗ്രൂപ്പിന് വേണ്ടി നിലകൊള്ളുന്നതാണ് സംശയാസ്പദം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.